നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളിലെ ജനിതക രോഗങ്ങൾ എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ഹോസ്പിറ്റലിലെ മെഡിക്സ് വിഭാഗം പ്രൊഫസർ ജനറ്റിക്സ് ഡോക്ടർ VH ശങ്കറാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമുക്കറിയാം ഈ കുട്ടികളിലെ ജനിതക വൈകല്യങ്ങൾ എത്ര സാധാരണമാണ് ഇപ്പോൾ? എന്തെല്ലാം ജനിതക രോഗങ്ങളാണ് സാധാരണയായി കണ്ടുവരാറുള്ളത്? ഈ കുട്ടികളിൽ കാണുന്ന ജനിതക രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മൾ കാണപ്പെടുന്ന ചില പ്രത്യേക ബർത്ത് ഡിഫക്റ്റ്, അതായത് വൈകല്യങ്ങൾ, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, ഹാർട്ടിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, ക്ലെഫ്റ്റ് പാലറ്റ്, മേൽചുണ്ട്, ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലുള്ള കാര്യങ്ങൾ, അതേപോലെ സ്പൈനിൻ്റെ നട്ടലിൻ്റെ ഭാഗത്ത് കാണുന്ന ചില പ്രത്യേക മുഴകൽ പോലെയുള്ള ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്, ഇതുപോലെയുള്ള ജനിതക വൈകല്യങ്ങൾ, ബർത്ത് ഡിഫക്റ്റുമുണ്ട്. അതേപോലെ തന്നെ ചില ക്രോമസോംസിലോ ജീനുകളിലോ ഉണ്ടാകുന്ന തകരാറ് കൊണ്ടുണ്ടാകുന്ന ജനിതക അസുഖങ്ങൾ, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം എല്ലാവർക്കും അറിയാം. റീസെൻ്റായിട്ട് നമ്മളിതിനെക്കുറിച്ച് ഹലോ ഡോക്ടർ തന്നെ സംസാരിച്ചതാണ്. അത് ക്രോമസോമിൻ്റെ ഘടനയിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് അവർക്ക് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും ശാരീരികമായ പരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അതേപോലെ തന്നെ താലസീമിയ എന്ന് പറയുന്ന ബ്ലഡ് ജന്യമായിട്ടുള്ള ജനിതക അസുഖങ്ങൾ, പിന്നെ നെർവിനെ ബാധിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ജനിതക അസുഖങ്ങളുണ്ട്. ഹീമോഫീലിയ എന്ന് പറയുന്ന രക്തം കട്ടപിടിക്കാൻ പ്രശ്നമുണ്ടാകുന്ന അസുഖങ്ങൾ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ജനിതക രോഗങ്ങൾ നമ്മുടെ കുട്ടികളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നു. ഇത് എന്തുകൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഇൻഫെക്ഷൻ, അതായത് നമുക്ക് മൈക്രോബ്സ്, അതായത് രോഗാണുക്കൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു കുറവ് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന അസുഖങ്ങളിൽ പ്രധാന വിഭാഗം ഈ ജനിതക അസുഖങ്ങളാണ്. നമ്മൾ ജനിച്ച ഉടനെ ഉണ്ടാകുന്ന കുട്ടികളിൽ മരണപ്പെടുന്നതും, അതേപോലെ തന്നെ നമുക്ക് വളരെയധികം ലോങ് ടേമിൽ ട്രീറ്റ്മെൻറ്റ്, ക്രോണിക് അസുഖങ്ങൾ, അവൾക്ക് പല വർഷങ്ങളായിട്ട് ചികിത്സ വേണ്ടതുമായിട്ടുള്ള അസുഖങ്ങളെല്ലാം ഈ ജനിതക അസുഖങ്ങളാണ്. അതിൻ്റെ തോത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു റഫായിട്ട് പറഞ്ഞാൽ, അത് മൊത്തത്തിൽ നമ്മൾ കണക്കെടുത്താൽ ഒരു 2 തൊട്ട് 3% കുട്ടികളിൽ, ജനിക്കുന്ന കുട്ടികളിൽ, അതായത് 100 കുട്ടികൾ ജനിച്ചാൽ ഒരു 2-3 കുട്ടികളിൽ കാര്യമായ രീതിയിൽ ചികിത്സ വേണ്ടതോ മരണപ്പെടാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ ലോങ് ടേമിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട രീതിയിലുള്ള ജനിതക അസുഖങ്ങളാണ് കാണുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികളിലെ ജനിതക രോഗങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ നമ്മൾ നാച്ചുറലി 2 തൊട്ട് 3% കുട്ടികളിൽ ഈ ജനിതക അസുഖങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അത് നമുക്ക് ചിലത് പ്രിവെൻറ്റബിൾ ആയിരിക്കും, അതായത് നമുക്ക് വരാതെ നോക്കാൻ പറ്റുന്നതായിരിക്കും, ചിലത് അൺപ്രിവെൻറ്റബിൾ ആയിരിക്കും. സോ നമ്മളിപ്പോൾ ജനിതകം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന ജനിതക ജീനുകളിലുണ്ടാകുന്ന തകരാറ് കൊണ്ടുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും പറയും സ്വന്തത്തിൽ കല്യാണം കഴിക്കുന്നത്, കൺസാങ്ക്വിനിറ്റി. സ്വന്തത്തിൽ കല്യാണം കഴിക്കുമ്പോൾ എന്തു വന്നാലും ഒരു 2 തൊട്ട് 3 മടങ്ങ് ജനിതക രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഓട്ടോസോമൽ റിസസീവ് എന്ന് പറയും, അതായത് 2 ജീനുകളും മ്യൂട്ടേറ്റഡ് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, അച്ഛനും അമ്മയും അതിൻ്റെ വാഹകരാവുകയും, അത് എല്ലാവരും വാഹകരല്ലേ ആണ്, നമ്മളെല്ലാവരും റോഡിൽ നടക്കുന്ന, നമ്മളെല്ലാ സമൂഹത്തിലുള്ള എല്ലാവരും ഒരു 3 തൊട്ട് 5 ജീനിൻ്റെ വാഹകരാണ്. പക്ഷേ സ്വന്തത്തിൽ കല്യാണം കഴിക്കുമ്പോൾ അവരിലൊരു 12.5% ജീൻസ് ഷെയർഡാണ്. അവരെന്തെങ്കിലും, നമ്മൾ സാധാരണ സ്വന്തത്തിൽ കല്യാണം കഴിക്കുന്ന നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് കസിൻസാണ്, മുറച്ചെറുക്കൻ അല്ലെങ്കിൽ മുറപ്പെണ്ണെന്ന് പറയും. അപ്പോൾ അവരൊരു 12.5% ജീൻസ് ഷെയർഡാണ്. തമിഴ്നാടും കർണാടകയിലും സ്വന്തം മാമനെ കല്യാണം കഴിക്കുന്ന ഒരു വ്യവസ്ഥ നിലവിലുണ്ട്. അത് കുറച്ചുകൂടെ അവരുടെ ജീൻസ് കോമൺ ആയിട്ട് വരും. സോ എന്ത് വന്നാലും സാധാരണ വെളിയിൽ നിന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിനെക്കാട്ടിലും ഈ സ്വന്തത്തെ കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ ജീൻസ് കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് ഒരേ ജീനിന് തന്നെ ഹസ്ബൻഡും വൈഫും വാഹകരാവാൻ സാധ്യത കൂടുതലുള്ളവയും, അതുകൊണ്ട് അവർക്ക് ഈ ജനിതക അസുഖത്തിൻ്റെ തോത് വളരെ കൂടുതലായിരിക്കും. കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണയെക്കാട്ടിലും അവർക്കൊരു 3 മടങ്ങ്, ഒരു 5 തൊട്ട് 8% വരെ അല്ലെങ്കിൽ ഒരു 10% വരെ ജനിതക അസുഖം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അതേപോലെ തന്നെ ഈ ജനിതകമല്ലാതെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമ്മളിപ്പോൾ എല്ലാം പറയാറുണ്ട്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണെങ്കിലും നമ്മുടെ ഭൂമിയിലുള്ള റേഡിയേഷൻ്റെ തോത് കാരണമാണെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള ജീനുകളിൽ മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള സാധ്യത പണ്ടത്തെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തതായിട്ട് പറയാം. പക്ഷേ എന്നാൽ പോലും ഈ ഒരു തോതും ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ,
അതേപോലെ തന്നെ സ്വന്തത്തിൽ കല്യാണം കഴിക്കുന്നത്. പിന്നെ ഇത് രണ്ടും അല്ലാതെ നമ്മൾക്ക് പ്രിവെൻറ്റബിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചില പ്രത്യേകതരം ഇൻഫെക്ഷൻ നമ്മുടെ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്നത് കൊണ്ട് കുട്ടികൾക്ക് ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാകാം. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അതൊരു ജനിതക അസുഖം അല്ലെങ്കിൽ പോലും കാണുമ്പോൾ നമുക്ക് ജനറ്റിക് അസുഖത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബർത്ത് ഡിഫക്റ്റും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ കഞ്ചനിറ്റൽ റുബല്ല എന്ന് പറയുന്നത് മീസിൽസ് പോലെ ഉണ്ടാകുന്നൊരു അസുഖമാണ്, പനിയും ദേഹത്ത് ചില പാടുകളും. അപ്പോൾ ഗർഭാവസ്ഥയിലുള്ള ഫസ്റ്റ് 3 മാസത്തിനകം ഈ റുബല്ല ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ കുട്ടിക്ക് ജനിതക അസുഖം പോലെയുള്ള ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ഡയബറ്റിസ്, നമ്മൾക്കറിയാം കേരളം ഒരു ഡയബറ്റീസ് ഉള്ള ഒരു കേന്ദ്രമാണ്, നിറയെ ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ ഗർഭാവസ്ഥയിൽ ഡയബറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ നമ്മൾ നേരെ ചൊവ്വേ കൺട്രോൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ചില സ്മോക്കിംഗ്, ഡ്രഗ്സ്, ജന്നിക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ, സൈക്കാട്രിക് മെഡിക്കേഷൻസ്, ഇതെല്ലാം നമുക്ക് ജനിതക വൈകല്യങ്ങൾക്കും ബർത്ത് ഡിഫക്റ്റിനും ജനിതക രോഗങ്ങൾക്കും വഴിതെളിക്കാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇതിൻ്റെ ചികിത്സ അല്ലേ? ആ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഇപ്പോൾ ജനിതക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ജീനുകൾ മാറ്റിവെക്കുക എന്ന് പറയുന്നത് നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും പ്രാവർത്തികമായിട്ടില്ല ഇപ്പോഴും. എൻ്റെ ഒരു 10-50 വർഷം കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ഒരു പ്രാവർത്തികമാകുന്നൊരു ചികിത്സാ രീതിയാകാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ജീനുകളെ മാറ്റിവെക്കുക എന്ന് പറയുന്നത് റെഗുലറായിട്ടുള്ള ഒരു എല്ലാ അസുഖങ്ങൾക്കും ചെയ്യാവുന്നൊരു പ്രാവർത്തിക രീതിയല്ല. അതുകൊണ്ട് ബേസിക് കോസ്, അതായത് ആ ജീനുകൾ എവിടെയാണ് ചേഞ്ച് ആയിരിക്കുന്നത്, എവിടെയാണ് മ്യൂട്ടേഷൻ ഉള്ളത്, അതിനെ മാറ്റുക എന്ന് പറയുന്നത് അത്ര പ്രാവർത്തികമല്ല. അപ്പോൾ ഈ പ്രാവർത്തികമായ ചികിത്സ എന്ന് പറയുന്നത് എന്താണ് ഡിഫക്റ്റ്, ആ ഡിഫക്റ്റുകൾ, ചില ഡിഫക്റ്റുകൾ കംപ്ലീറ്റ്ലി കറക്റ്റബിളാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമുക്കറിയാം മേൽചുണ്ട്, ക്ലെഫ്റ്റ് പാലറ്റ്, അതേപോലെയുള്ള ബർത്ത് ഡിഫക്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ തൈറോയിഡ്സ് ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റും. ചില ഹാർട്ട് ഡിസീസ് നമുക്ക് മൊത്തത്തിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം ബ്രെയിനിലുണ്ടാകുന്ന ഡിഫക്ട്സ്, ബുദ്ധിപരമായിട്ടുള്ള ബലഹീനതകൾ, അതൊന്നും നമുക്ക് മൊത്തത്തിൽ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ ഈ ജനിതക രോഗങ്ങൾ മൊത്തത്തിൽ മാറ്റിയെടുക്കുക നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില ഡിഫക്ട്സ് നമുക്ക് ഓപ്പറേഷൻ വഴിയും മറ്റു പല ചികിത്സ വഴിയും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ, നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് മുൻകൂറായി ഈ ഗർഭിണിയാകുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തെല്ലാം മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്? ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചില പ്രത്യേക കാരണങ്ങൾ നമുക്കറിയാം. ആ കാരണങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കിത് തടയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം, ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ ഈ ഗർഭിണിയും അല്ലെങ്കിൽ കപ്പിൾസ്, അതായത് രണ്ടുപേരും ഇതിനൊരു പ്രിപ്പറേഷൻ മാനസികമായിട്ട് എടുക്കുക. നമ്മൾ ഗർഭിണിയാവാനായിട്ട് അല്ലെങ്കിൽ ഗർഭം ധരിക്കാനായിട്ട് ആർ വി പ്രിപ്പയർഡ്, ശാരീരികമായും മാനസികമായും പ്രിപ്പയർഡാണോ? അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും. പ്രത്യേകിച്ച് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ സ്മോക്കിംഗ് പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് കഴിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസിനുള്ള സാധ്യത എത്രയുണ്ട് ഫാമിലിയിൽ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ബേസിക് ടെസ്റ്റിംഗ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുവഴി നമുക്ക് അത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി, നമുക്ക് ഈ കൺസാങ്ക്വിനിറ്റി, അതായത് സ്വന്തത്തിൽ കല്യാണം കഴിക്കാതിരിക്കാൻ നമ്മൾ എല്ലാവരോടും അവകാശപ്പെടുന്നില്ല. പക്ഷേ സ്വന്തത്തിൽ കല്യാണം കഴിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഇതുപോലൊരു ജനിതക അസുഖങ്ങളുണ്ടോ എന്നുകയും അവരതിൻ്റെ കാരിയറാണോ വാഹകരാണോ എന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് അതിനുള്ളൊരു പ്രതിവിധി നേടിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 3 മാസം നമുക്ക് എന്തെങ്കിലും ഈ റുബല്ല പോലെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ പിടിപെടാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതിന് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് കൂട്ടത്തിൽ പണ്ടേ പറയാറുണ്ട്, കൂട്ടത്തിലൊക്കെ നമ്മൾ കൂടുതൽ പോവാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഏർലിയറായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത്, അത് നോക്കിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ വേറൊരു കാര്യം, ഫസ്റ്റ് റൗണ്ട് ഞാൻ പറയാൻ മറന്നുപോയത്, ഒരു അഡ്വാൻസ് മെറ്റേണൽ ഏജ്, അതായത് അമ്മയുടെ പ്രായം കൂടുന്തോറും അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രായം കൂടുന്തോറും ജനിതക അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ഡീറ്റെയിൽസോടെ നമ്മൾ പോകുന്നില്ല. പക്ഷേ പൊതുവേ ഈ അഡ്വാൻസ് മെറ്റേണൽ ഏജ് ആൻഡ് പെറ്റേണൽ ഏജ് രണ്ടും ജനിതക അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതിൻ്റെ അർത്ഥം അഡ്വാൻസ്ഡ് വയസ്സ് കൂടിയവർ പ്രഗ്നൻ്റ് ആവരുതെന്നോ എന്നല്ല, പക്ഷേ അതിനുള്ള പ്രതിവിധി ഡോക്ടറെ കാലക്കൂട്ടി കണ്ടുകൊണ്ട്
അപ്പം മെറ്റേണൽ ഏജാണ് 38 അല്ലെങ്കിൽ പെറ്റേണൽ ഏജ് കൂടുതലായി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എന്തൊക്കെ പ്രതിവിധികൾ നേരത്തെ ചെയ്യണം എന്നുള്ളത് ഈ കപ്പിൾസ് അല്ലെങ്കിൽ ഈ ഗർഭം ധരിക്കാൻ പോകുന്ന ഫാമിലി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഗർഭിണിയാകുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഗർഭാവസ്ഥയിൽ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? ഈ ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതിനുള്ള അഥവാ ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ കണ്ടെത്തൽ ഉണ്ടായി, കുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അതിന് പരിഹാരം എന്തെല്ലാമാണ്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം അറിയേണ്ടത് ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു പ്രീ പ്രിപ്പറേഷൻ, നമ്മൾ പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് എന്ന് പറയും. അതായത് ചില അസുഖങ്ങൾ നമുക്ക് ഗർഭധാരണത്തിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഗർഭവതിയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോളിക് ആസിഡ് മരുന്ന്, അതായത് ഒരു 0.4 മില്ലിഗ്രാം ഫോളിക് ആസിഡാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിലും അത് നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് 4 മില്ലിഗ്രാം കഴിക്കാം. സാധാരണ കിട്ടുന്ന ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഈ അമ്മ, ഗർഭം ധരിക്കാൻ പോകുന്ന അമ്മ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് കഴിക്കണം. അതായത് ഫസ്റ്റ് 28 ദിവസത്തിനകത്താണ് നമ്മുടെ സ്പൈനൽ കോഡും ബ്രെയിനും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് ഫോളിക് ആസിഡ് ഡിഫിഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഇതേപോലെയുള്ള അനോമലീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗർഭം ധരിക്കാൻ സാധ്യതയുള്ള എല്ലാവരും, അതായത് ചുരുക്കി പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഗർഭധാരണം എപ്പോൾ വേണമെങ്കിൽ സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന എല്ലാ അമ്മമാരും ഒരു 5 മില്ലിഗ്രാം ഫോളിക് ആസിഡ് ദിവസവും കഴിക്കുന്നത് ഡെഫിനറ്റായിട്ട് നല്ലതാണ്. അത് നിർബന്ധമായും ഇതുപോലുള്ള അനോമലീസ് കുറയ്ക്കും. അപ്പോൾ അതേപോലെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ചില ടെസ്റ്റുകളും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡയബറ്റീസ്, നമ്മൾ താലസീമിയയുടെ കാരിയറാണോ, ചില അസുഖത്തിൻ്റെ കാരിയറാണോ, ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഗർഭം ധരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു പോയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞാലും ഗർഭമാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ എത്രയും വേഗം ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് ഈ താലസീമിയ കാരിയർ ടെസ്റ്റും നമ്മുടെ ഡയബറ്റീസിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് എന്തുണ്ട്, ഹീമോഗ്ലോബിൻ A1C ഡയബറ്റിക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ A1Cയുടെ ആവശ്യമില്ല, ഡയബറ്റീസ് ആണോ എന്ന് നോക്കിയാൽ മതി. ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമ്മൾ എന്തെങ്കിലും അസുഖം നമുക്കുണ്ടോ, നമ്മളെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾ ഈ കുട്ടിയിൽ എത്ര ബാധിക്കും, ഫോളിക് ആസിഡ് നമ്മൾ കഴിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 12 ആഴ്ചക്കകം ഇതെല്ലാം നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഹൈ റിസ്ക് പ്രഗ്നൻസി ആണോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, സ്വന്തത്തെ കല്യാണം കഴിച്ചതാണ്, നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ജനിതക അസുഖമുണ്ട്, അപ്പോൾ നിങ്ങൾ ഹൈ റിസ്ക് ആണ്. നിങ്ങളുടെ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ വാഹകരാണോ നമ്മൾ നോക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ പറഞ്ഞതുപോലെ നമ്മൾ ചില ടെറട്രോജനിക് പൊട്ടൻഷ്യൽ ചില മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അത് ഈ കുട്ടികളിൽ അനോമലി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കിയാലും മനസ്സിലായില്ലെങ്കിലും എല്ലാ ആൾക്കാരും സെക്കൻഡ് ട്രൈമസ്റ്ററിൽ 16ാമത്തെ ആഴ്ചയിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്കാനിങ്ങിന് വിധേയമാവേണ്ടതാണ്. ആ സ്കാനിങ് വഴി നമുക്ക് പലതരത്തിലുള്ള ഡിഫക്റ്റ്, വെളിയിൽ കാണപ്പെടുന്ന ഡിഫക്റ്റ്, അതായത് ഹാർട്ടിലുണ്ടാകുന്ന തുളകൾ, ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ്, ബ്രെയിനിലുണ്ടാകുന്ന ഡിഫക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ടത് സ്കാനിങ് എല്ലാത്തിനുമുള്ള ഒരു പ്രതിവിധിയല്ല. അതായത് സ്കാനിങ് നോർമലാണെങ്കിൽ കുട്ടി നോർമലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ സ്കാനിങ് നോർമലാണെങ്കിൽ കുട്ടിയിൽ വെളിയിൽ പ്രകടമാക്കപ്പെടുന്ന ഡിഫക്റ്റ് ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും നെടുവാമൂട്ടിൽ നിന്നും ജലജയാണ്. ജലജ ചോദിച്ചോളൂ. ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ നരുവാമുട എന്ന സ്ഥലത്തിന്റെ മോക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി. പക്ഷെ ഇത് അവർക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം PCOD ഉണ്ട്. PCOD ഉള്ളത് കൊണ്ട് ഡോക്ടർ പറയണ ഇപ്പം കുഞ്ഞുങ്ങൾ പറ്റൂല. അതിന്റെ ഇടയിൽ കൂടെ ഇത് ഷുഗറും കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഇപ്പം കുഞ്ഞുങ്ങളാവാൻ പറ്റുമോ? അതായത് അമ്മ പറഞ്ഞ 2 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PCOD എന്ന് പറയുന്നത് നമ്മുടെ ഓവറിയിൽ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷനും ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് മനസ്സിലായി നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടെ ഡയബറ്റീസ് ഉണ്ടെന്നും അമ്മ പറഞ്ഞു. ഇതിനകത്ത് ഫസ്റ്റ് പാർട്ട് പ്രഗ്നൻ്റ് ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഈ PCOD വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ ഹോർമോൺ നോർമലായാൽ മാത്രമേ നമ്മുടെ യൂട്രസ്, ഗർഭാശയം പ്രോപ്പറായിട്ട് ഈ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള ശാരീരികമായി നമ്മൾ പ്രിപ്പയർഡ് ആവുന്നുള്ളൂ. അപ്പോൾ ആ ഹോർമോണിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് PCOD ഉള്ള കുട്ടികളിൽ ഹോർമോൺസിൻ്റെ
ആ സൈക്കിൾസൊക്കെ റെഗുലറാക്കണം, ഹോർമോണിൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഗൈനക്കോളജിസ്റ്റാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. PCOD യുമായിട്ട് ബന്ധപ്പെട്ട് ജനിതക വൈകല്യങ്ങളില്ല, പക്ഷേ ഗർഭം ധരിക്കാനുള്ള സാധ്യത കുറവാണ്. ഗർഭം ധരിച്ചാലും അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ PCOD കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞു ഡയബറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ പല കുട്ടികളും യങ് ഏജിൽ തന്നെ ഡയബറ്റീസാണ്. അപ്പോൾ ആ ഡയബറ്റീസിൻ്റെ ഷുഗർ കൺട്രോൾ വളരെ നോർമലാക്കുകയും ഹീമോഗ്ലോബിൻ A1C 6.5% താഴെ ആക്കിയിട്ട് പ്രഗ്നൻ്റ് ആകുന്നതാണ് എപ്പോഴും നല്ലത്. ഡോക്ടർ പറഞ്ഞതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രഗ്നൻ്റ് ആവാതിരിക്കുന്നതാണ് നല്ലത്. ഈ രണ്ടും ഹോർമോണിൻ്റെ ലെവലും ഈ ഡയബറ്റീസ് ലെവലും കൺട്രോൾ ആക്കിയ ശേഷം ഗർഭധാരണം ധരിക്കുന്നതാണ് അമ്മയ്ക്കും കുട്ടിക്കും നല്ലത്. ഡോക്ടർ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് സ്കാനിങ്ങിനെ കുറിച്ചായിരുന്നു. ഈ സ്കാനിങ്ങിലൂടെ ഈ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താൻ സാധിക്കുമോ? എങ്ങനെയാണ് ഈ ഒരു ജനിതക പ്രശ്നങ്ങളെ നേരത്തെ നമുക്ക് കണ്ടെത്താനാവുക? നമുക്ക് സാധാരണ സമൂഹത്തിലുള്ള എല്ലാ ഗർഭാവസ്ഥയിലും ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്തെങ്കിലും റിസ്ക് ഉള്ളത് കൊണ്ടല്ല. ഒരു 2-3% ഏതൊരു ഗർഭാവസ്ഥയിലും ഉണ്ടാകുന്ന അനോമലീസ് പറഞ്ഞാൽ വെളിയിൽ കാണപ്പെടുന്ന ഡിഫക്റ്റുകളാണ് നമ്മൾ സ്കാനിങ് വഴി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എല്ലാ ഗർഭാവസ്ഥയിലും നമ്മളൊരു 16ാമത്തെ ആഴ്ച ഒരു ഡീറ്റെയിൽഡ് സ്കാനിങ് വഴി 16-18 ആഴ്ചക്കകം ഒരു ഡീറ്റെയിൽഡ് സ്കാനിങ് വഴി ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രകടമായി കാണപ്പെടുന്ന ഈ ബർത്ത് ഡിഫക്ട്സ് അല്ലെങ്കിൽ ജന്മ വൈകല്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കണ്ടുപിടിച്ചാൽ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഇപ്പോൾ ഒരു വൈകല്യം കണ്ടുപിടിച്ചാൽ ആ വൈകല്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും അതിലെ എന്തൊക്കെയാണ് ചികിത്സയെന്നും ഈ കപ്പിൾസ് അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും ഈ ജനിതക സ്പെഷ്യലിസ്റ്റോ ഗൈനക്കോളജിസ്റ്റോ പീഡിയാട്രീഷ്യനോ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയും അതനുസരിച്ച് ചികിത്സയുള്ളതാണെങ്കിൽ ഗർഭാവസ്ഥ കഴിഞ്ഞ ഉടനെ ചികിത്സയ്ക്ക് അവർക്ക് പ്ലാൻ ചെയ്യുകയും, അല്ല അവർക്ക് ആ പ്രഗ്നൻസിയെ പറ്റിയുള്ള ഒരു ഡിസിഷൻ, കണ്ടിന്യൂ ചെയ്യുന്ന ഡിസിഷൻ സീരിയസ്നെസ് അനുസരിച്ച് തീരുമാനമെടുക്കാവുന്നതാണ്. പക്ഷേ എല്ലാ അസുഖങ്ങളും ഈ സ്കാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ ഡൗൺ സിൻഡ്രോം അല്ലെന്നുണ്ടെങ്കിൽ ജനിതകമായ ഒരസുഖം ഫാമിലിയിലുണ്ട്, 2 പേര് സ്വന്തത്തിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, 2 പേർക്കും ഒരു ജനിതക അസുഖത്തിൻ്റെ വാഹകരാണ്, ഇങ്ങനെയുള്ള അസുഖങ്ങളാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ടെസ്റ്റുകൾ വേണ്ടി വരും. അതായത് ആംനിയോസെൻറ്റസിസ് അല്ലെങ്കിൽ 13ാമത്തെ ആഴ്ച ചെയ്യുന്ന കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് അല്ലെങ്കിൽ 16ാമത്തെ ആഴ്ചയിലെ ആംനിയോസെൻറ്റസിസ് എന്നുള്ള 2 ടെസ്റ്റുകൾ വഴി ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതെനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള ചില പ്രത്യേക ജനിതക ടെസ്റ്റുകൾ വഴി ജെനറ്റിസിസ്റ്റ് അല്ലെങ്കിൽ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്, അതായത് ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ അകത്ത് ആകുതിക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ പ്രത്യേകമായി നോക്കുന്ന ഒരുതരം സ്പെഷ്യലിസ്റ്റ് ഒബ്സ്റ്ററ്റീഷ്യൻസ് ഉണ്ട്. അവർ ഈ സാമ്പിൾ കളക്ട് ചെയ്യുകയും ആ സാമ്പിളിൽ ജനിതക ടെസ്റ്റ് വഴി നമ്മൾ ജനിതക അസുഖം ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുകയും അതുവഴി കൗൺസിലിംഗ് വഴി ഇവർക്ക് പ്രഗ്നൻസിയുടെ കണ്ടിന്യൂവേഷനാണോ അല്ല ജനിച്ച ഉടനെ ചികിത്സ വേണ്ടതാണോ എന്നുള്ളത് തീരുമാനമെടുക്കാനും പറ്റും. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കുന്നംകുളത്ത് നിന്നും ശാലിനിയാണ്. ശാലിനി, ചോദിച്ചോളൂ. സാർ, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് സാർ ഞാൻ സംസാരിക്കുന്നത്. ചോദിച്ചോളൂ. അവർക്ക് IVF ചെയ്തതാണ്. IVF ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 8ാം മാസമാണ് അവർക്ക് IVF ചെയ്തിട്ട്. ഇപ്പൊ 8ാം മാസത്തിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോ കുട്ടിയുടെ തലയിൽ ഫുള്ള് നീർക്കെട്ടാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സംശയം പറയൂ. സംശയം അല്ലെങ്കിൽ ഞാൻ അപ്പൊ അത് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ? ഇതുവരെ സ്കാൻ ചെയ്തപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലാത്തപ്പോ ഇങ്ങനെ 8ാം മാസത്തിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോ തലയിൽ ഫുള്ള് നീർക്കെട്ടാണ് എന്നാണ് ഇപ്പൊ ഡോക്ടർ പറയണത്. മനസ്സിലായി നിങ്ങളുടെ സംശയം മനസ്സിലായി. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സഹോദരി ചോദിച്ചത്. ഇതിനകത്ത് 2 കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഒന്ന്, 4ാം മാസം സ്കാൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചില്ല, 8ാം മാസം സ്കാൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ജനിച്ച ഉടനെ കണ്ടുപിടിച്ചു. ഇത് വളരെയധികം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, പ്രോബ്ലമാണ്. അപ്പോൾ പ്രേക്ഷകരെല്ലാം മനസ്സിലാക്കേണ്ടത്, ഈ 4ാം മാസം സ്കാൻ ചെയ്യുമ്പോൾ ജീവിതത്തിലുള്ള എല്ലാ ജനിതക അസുഖങ്ങളും വൈകല്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ഇതാണ് ഞാൻ വേറൊരു രീതി സിമ്പിളായിട്ട് പറഞ്ഞത്. സ്കാൻ നോർമലാണെങ്കിൽ കുട്ടി നോർമലാണെന്ന് ഉറപ്പില്ല. എന്തെന്ന് പറഞ്ഞാൽ പല അവയവങ്ങളും ഡെവലപ്പ് ചെയ്യുന്നതും പല കോംപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യുന്നതും പിന്നെയാണ്. ജനിച്ച് കഴിഞ്ഞിട്ടും പല പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാം. അതെന്തുകൊണ്ട് സ്കാനിങ്ങിൽ കണ്ടുപിടിച്ചില്ല എന്നുള്ള ക്വസ്റ്റ്യന് പ്രസക്തിയില്ല. എന്തെന്ന് പറഞ്ഞാൽ 16ാമത്തെ ആഴ്ച കുട്ടിക്ക് 4 മാസത്തെ വലിപ്പമേ ഉള്ളൂ. തലയിലുണ്ടാകുന്ന വെള്ളക്കെട്ട് ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ, പക്ഷേ എന്നാലും സാധാരണ അങ്ങനെ വരാറുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ 4ാം മാസം സ്കാൻ ചെയ്യുമ്പോൾ 16ാം സ്കാൻ ചെയ്യുമ്പോൾ തലയിലുള്ള നീർക്കെട്ട് വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ നീർക്കെട്ട് കാണുകയില്ല. പിന്നീട് ആ നീർക്കെട്ട് വരാം. അതേമാതിരി പലപ്പോഴും എല്ലുകളിലുണ്ടാകുന്ന നീളക്കുറവ്, തലയുടെ സൈസ് വളരെ കുറവ്. ബിക്കോസ് 20 ആഴ്ച കഴിഞ്ഞിട്ടാണ് തലയുടെ സൈസ് കൂടുന്നത്. 16ാം സ്കാൻ ചെയ്യുമ്പോൾ തലയുടെ സൈസ് നോർമലായിരിക്കും. 28ലോ 32ലോ ജനിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴോ തലയുടെ സൈസ് ചെറുതാണ്. മൈക്രോകെഫാലിയാണ്, ബുദ്ധിവികാസമുണ്ട്. എന്തുകൊണ്ട് സ്കാനിൽ കണ്ടുപിടിച്ചില്ല? കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രിൻസിപ്പിളാണ് മനസ്സിലാക്കേണ്ടത്.
ഇത് കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാം. പക്ഷേ റെഗുലറായിട്ട് നമ്മൾ 8-ാം മാസം സ്കാൻ ചെയ്യാൻ പറയുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ ഈ 16-ാമത്തെ ആഴ്ച സ്കാനിങ്ങിൽ മെജോറിറ്റി പ്രോബ്ലംസ് നമ്മൾ കണ്ടുപിടിക്കപ്പെടും. 1, 2 16-ാമത്തെ സ്കാനിങ്ങിൽ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചാൽ കൗൺസിലിംഗ് വഴി ഒരു കണ്ടിന്യൂറ്റിയുടെ അല്ലെങ്കിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയോ ഒരു ചികിത്സയുടെ ഒരു സമയം നമുക്കുണ്ട്. പക്ഷേ 8-ാം മാസത്തിൽ ചെയ്യുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്തായാലും ജനിച്ചു കഴിഞ്ഞിട്ട് അതിനുള്ള ചികിത്സ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്കാനിങ് എല്ലാവരും 16-ാമത്തെ ആഴ്ച എന്ന് പറയുന്നത്. 16-ാമത്തെ ആഴ്ചയിൽ എല്ലാ പ്രോബ്ലവും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ പ്രശ്നം ഈ IVF വഴിയുള്ള പ്രഗ്നൻസികളിൽ എന്തായാലും മറ്റുള്ള പ്രഗ്നൻസിയെക്കാട്ടിലും ഈ ഡിഫക്ട്സ്, ബർത്ത് ഡിഫക്റ്റിന് 2 തൊട്ട് 3 മടങ്ങ് കൂടുതൽ നമ്മൾ കൺസാങ്ഗ്നിവിറ്റി പറഞ്ഞതുപോലെ തന്നെ ചില ബർത്ത് ഡിഫക്റ്റിന് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത്തരം പ്രഗ്നൻസിയിൽ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് വേണമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാം. പക്ഷേ കണ്ടുപിടിച്ചാലും നമുക്ക് ജനിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചികിത്സ സാധ്യമുള്ളൂ. ഇത് സാധാരണ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ്. 16-ാമത്തെ ആഴ്ചയിൽ നോർമലാണെങ്കിലും പിന്നീട് ചിലപ്പോൾ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കപ്പെടാം. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഈ ജനനശേഷം ഡോക്ടർ അല്പസമയം മുൻപ് പറഞ്ഞതുപോലെ ഈ ജനനശേഷം ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ എങ്ങനെ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാനാകും? അപ്പോൾ അതിനാണ് നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ പല ലെവലിലുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഫാമിലി തന്നെ സ്ക്രീൻ ചെയ്ത് പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നു, അതിനുള്ള ചികിത്സ ചെയ്യുന്നു. ഗർഭസ്ഥ ശിശുവിനെ സ്ക്രീൻ ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്താൽ അതനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുന്നു, കൗൺസിലിംഗ് കൊടുക്കുന്നു. അതേപോലെ ജനിച്ചു കഴിഞ്ഞ ഉടനെ കുട്ടിയുടെ വിസിബിൾ ബർത്ത് ഡിഫക്ട്സ്, ഇപ്പോൾ എന്തെങ്കിലും ന്യൂബോണിൽ ആയുസിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ പോലും ന്യൂബോൺ ജനിച്ച ഉടനെ കേരളത്തിൽ ന്യൂബോൺ സ്ക്രീനിങ് വഴി നമ്മളെല്ലാ കുട്ടികളും ജനിച്ച ഉടനെ എന്തെങ്കിലും വെളിയിൽ പ്രകടമാക്കപ്പെടുന്ന എന്തെങ്കിലും ബർത്ത് ഡിഫക്ട്സ് ഉണ്ടോ, അതേപോലെ തന്നെ ബ്ലഡ് എടുത്തിട്ട് 2-3 ട്രീറ്റബിൾ ആയിട്ടുള്ള മെഡിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഹിയറിംഗ്, കേൾവിയിൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കുന്നു. ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, അതായത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷന് വിധേയമാക്കേണ്ട ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട വൈകല്യങ്ങളുണ്ടോ എന്ന് നോക്കുന്നു. ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ചികിത്സ ലഭ്യമാണ്. ചിലത് സർജറി ആയിരിക്കാം, ചിലത് മെഡിസിൻ ആയിരിക്കാം, ചിലതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം, ചിലതിന് നമുക്ക് ചികിത്സ ലഭ്യമാണ്. ചികിത്സ ലഭ്യമാകുന്ന ചികിത്സകൾ എത്രയും വേഗം നമ്മൾ തുടങ്ങും. ചില കാര്യങ്ങൾക്ക് നമുക്ക് ചികിത്സ ലഭ്യമല്ല, അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ റെഗുലറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പോളിസി, ഇപ്പോൾ ബുദ്ധിവികാസത്തിനുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഏർലി ഡെവലപ്മെൻറ്റൽ സ്റ്റിമുലേഷൻ, ഫിസിയോതെറാപ്പി, അവരെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഓട്ടിസം പോലെയുള്ള കണ്ടീഷനുകൾക്കെല്ലാം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ഫോളോ അപ്പിൽ വെക്കുന്നത് വഴി ആ കുട്ടികൾക്ക് എന്താണോ സപ്പോർട്ട് വേണ്ടത് ആ സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്, പ്ലാനാണ് നിർദ്ദേശിക്കുന്നത്. ചില രണ്ടും നമുക്ക് സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് അവർക്കൊരു കണ്ടിന്യൂസ് കെയർ എങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചികിത്സാ രീതി അവലംബിക്കാൻ പറ്റും. പക്ഷേ എല്ലാം കംപ്ലീറ്റായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ക്യൂർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഈ ഇങ്ങനെയുള്ള ജനിതക വൈകല്യങ്ങളിൽ ബുദ്ധിമുട്ടാണ്. ചില അസുഖങ്ങളിൽ നമുക്ക് മൊത്തമായിട്ടത് ക്യൂർ ചെയ്യാനും പറ്റും. ശരി ഡോക്ടർ, ഇന്നത്തെ ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുട്ടികളിലെ ജനിതക രോഗങ്ങൾ എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SIT ഹോസ്പിറ്റലിലെ മെഡിക്കൽ ജനറ്റിക്സ് വിഭാഗം ഡോക്ടർ VH ശങ്കറാണ്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.